Dear students, today we are going to discuss the fifth paragraph from the story A Snake in the Grass. Okay, I'm going to read it for you. An old beggar cried for alms at the gate. They told her that they were busy with a snake hunt. On hearing it, the old woman became happy. You are fortunate. It is God Himself who come to visit you. Don't kill the snake. Mother was in hearty agreement. You are right. I forgot all about the promised Abhishekam. This is a reminder. She gave a coin to the beggar who promised to send a snake charmer as she went. Okay, I will explain it. An old beggar cried for alms at the gate. They told her that they were busy with a snake hunt. Beggar എന്ന് വെച്ചാൽ എന്താ? One who lives by asking for money or food, അല്ലേ? ഭിക്ഷക്കാരൻ. An old beggar cried for alms. ALMS. Alms എന്ന് വെച്ചാൽ എന്താ? ഭിക്ഷ, ദാനം അല്ലേ? ഭിക്ഷ, ദാനത്തിനാണ് ആംസ് എന്ന് പറയുന്നത് അല്ലേ? മണി ഓർ ഫുഡ് ഗിവൻ ടു പുവർ പീപ്പിൾ. അപ്പോൾ നമ്മൾ രണ്ട് വാക്കിപ്പം പറഞ്ഞു ഡിസ്കസ് ചെയ്തു ഏതൊക്കെയാണ്? ബെഗർ, ആംസ് അല്ലേ? An old beggar cried for alms at the gate. They told her that they were busy with a snake hunt. നമുക്ക് ഓൾറെഡി അറിയാം ഈ ഫാമിലിയിലെ മെമ്പേഴ്സും നൈബേഴ്സും എല്ലാം കൂടി എന്താണ് വാട്ട് ദേ ആർ ഡൂയിങ്? ദേ ആർ സെർച്ചിങ് ഫോർ എ സ്നേക്ക് ഹു ഹാസ് entered into that garden. So while they were busy in their work, an old beggar came in front of their gate. That old beggar was a woman. So when she asked for alms, what the neighbors and the people inside, inmates of the house, replied is that no, we have no time to talk to you or to give alms to you. We were busy with a snake hunt. We are busy with a snake hunt. Okay, ഞങ്ങൾ ബിസിയാണ് എന്നവർ പറഞ്ഞു അല്ലേ? നമുക്ക് ഇനി അടുത്ത ലൈനിലോട്ട് നോക്കാം. On hearing it, the old woman became happy. You are fortunate. It is God Himself who has come to visit you. അപ്പോൾ ഇവർ പറയുന്നത് ഞങ്ങൾ സ്നേഹിക്കുന്ന തേടുന്ന കാര്യത്തിൽ ഞങ്ങൾ ഭയങ്കര ബിസിയാണ് എന്ന് പറഞ്ഞപ്പോൾ ഈ ബെഗറിൻ്റെ ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു. അവരുടെ റിപ്ലൈ എന്തായിരുന്നു? അവരെങ്ങനെയാണ് അതിന് പ്രതികരിച്ചത്? അവർ ഈ സ്നേക്ക് ഇവിടെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇവർ ഹാപ്പി ആയി അല്ലേ? അവർക്ക് സന്തോഷം ആയി. എന്തോ സ്നേക്ക് ഇവിടെ വന്നു എന്ന് കേട്ടപ്പോൾ അവർ ആകെ ഹാപ്പി ആയിട്ടാണ് അവർ റെസ്പോണ്ട് ചെയ്തത്. എന്നിട്ട് ഹാപ്പി ആയിട്ട് അവർ എങ്ങനെയാണ് എന്താണ് അവർ ഈ ഫാമിലി മെമ്പേഴ്സിനോട് പറഞ്ഞത്? യു ആർ ഫോർച്ചുനേറ്റ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? ലക്കി, നിങ്ങൾ ഭാഗ്യമുള്ള ആൾക്കാരാണ് എന്ന് പറഞ്ഞു അല്ലേ? ഈ ബെഗർ ഈ ഫാമിലിയിലെ ആൾക്കാരോട് പറയുന്നത് യു ആർ ഫോർച്ചുനേറ്റ്, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ഇറ്റ് ഈസ് ഗോഡ് ഹിംസെൽഫ് ഹു ഹാസ് കം ടു വിസിറ്റ് യു. ഡോണ്ട് കിൽ ദ സ്നേക്ക്. അപ്പൊ ഈ നമ്മുടെ ഈ ബെഗറെ ഈ സ്നേക്കിനെ ആരായിട്ടാണ് കാണുന്നത്? ദൈവമായിട്ടാണ് കാണുന്നത് അല്ലേ? നമ്മൾ ഇന്ത്യൻസ് അങ്ങനെ നമ്മൾ പാമ്പിനെ ആരാധിക്കുകയൊക്കെ ചെയ്യില്ലേ? നമ്മൾ കേരളത്തിൽ തന്നെ നമുക്കറിയാം അല്ലേ? നമ്മൾ മിക്ക വീടുകളിൽ നമ്മളിങ്ങനെ സർപ്പക്കാവൊക്കെ കണ്ടില്ല. നമ്മൾ സർപ്പത്തിനെ ഒരു ദൈവമായിട്ടാണ് ആരാധിക്കുന്നത് അല്ലേ? അപ്പോൾ ഈ നമ്മുടെ ബെഗർ എന്താ പറയുന്നത്? ഡോണ്ട് കിൽ ദ സ്നേക്ക്. യു ആർ ഫോർച്ചുനേറ്റ്, യു ആർ ലക്കി. ഗോഡ് ഹിംസെൽഫ് ഹാസ് കം ടു വിസിറ്റ് യു. ദൈവം നേരിട്ട് വന്നിരിക്കണേന്ന് അല്ലേ? നിങ്ങളെ കാണാൻ വേണ്ടി ദൈവം നേരിട്ട് വന്നിരിക്കണേന്ന്. ആദ്യ രൂപത്തിൽ ഇൻ ദ ഫോം ഓഫ് എ സ്നേക്ക്, ഒരു സ്നേക്കിന്റെ രൂപത്തിൽ വന്നിരിക്കുകയാണ്. സോ ഡോണ്ട് കിൽ ദ സ്നേക്ക് എന്ന് ഈ ബെഗർ അവരോട് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ മദറിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു നമുക്ക് നോക്കാം കേട്ടോ. മദർ വാസ് ഇൻ ഹാർട്ടി അഗ്രിമെന്റ്. യു ആർ റൈറ്റ്. മദർ ഹാപ്പി. ഇത് കേട്ടപ്പോൾ പുള്ളിക്ക് അങ്ങോട്ട് വളരെ ഹാർട്ടി അഗ്രിമെന്റ് എന്ന് വെച്ചാൽ മനസ്സുകൊണ്ട് പുള്ളി അഗ്രി ചെയ്തു. ശരിയാണ്, ആ സ്നേക്ക് ഒരു ഗോഡാണ്, നമ്മൾ കാണാൻ വന്നിരിക്കുകയാണ് എന്നുള്ള ആ ഒരു മനസ്സുകൊണ്ട് പുള്ളി അങ്ങോട്ട് ഒരു ഹൃദ്യമായ കരാർ പുള്ളി അങ്ങ് അംഗീകരിച്ചു. നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് അങ്ങ് അംഗീകരിച്ചു. യു ആർ റൈറ്റ്, ഐ ഫോർഗോട്ട്. മദർ വാസ് ഇൻ ഹാർട്ടി അഗ്രിമെന്റ്. യു ആർ റൈറ്റ് എന്നിട്ട് പറയുകയാണേ, റിപ്ലൈ ചെയ്യണേണ് ഈ ബെഗറിനോട്. യു ആർ റൈറ്റ്, ഐ ഫോർഗോട്ട് ഓൾ അബൌട്ട് ദ പ്രോമിസ്ഡ് അഭിഷേകം. ദിസ് ഈസ് എ റിമൈൻഡർ. അയ്യോ, ഞാൻ കുറെ അഭിഷേകങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തേക്ക്. നമ്മളിങ്ങനെ ചിലപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ നേരൂലേ, ഞാൻ അത് ചെയ്യാം ദൈവത്തിനോട് ഓഫർ, നമ്മൾ അങ്ങോട്ട് ദൈവത്തിന് കുറേ നേർച്ചകളൊക്കെ കൊടുക്കും അല്ലേ, ഞാൻ അത് ചെയ്യാൻ മതി. അതേപോലെ ഈ അമ്മയും എന്തോ അഭിഷേകങ്ങളൊക്കെ പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് അവർ ചെയ്തിട്ടുണ്ടാകില്ല, മറന്നുപോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ദിസ് ഈസ് എ റിമൈൻഡർ, അതൊരു ഓർമ്മപ്പെടുത്തലാണ്. ദൈവം സ്നേക്കിന്റെ രൂപത്തിൽ ഇപ്പോൾ എൻ്റെ പ്ലേസ് വിസിറ്റ് ചെയ്തിരിക്കുന്നത് അതൊരു റിമൈൻഡർ ആയിട്ട് എന്നെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് എന്ന് ഈ അമ്മ
ഈ ബെഗറിനോട് പറഞ്ഞിട്ട് ഈ അമ്മ എന്ത് ചെയ്തു? ഷീ ഗേവ് എ കോയിൻ ടു ദ ബെഗർ ഹു പ്രോമിസ് ടു സെൻഡ് എ സ്നേക്ക് ചാമർ ആസ് ഷീ വെന്റ്. ഇങ്ങനെ പറഞ്ഞതിന് ശേഷം അമ്മ എന്ത് ചെയ്തു? ഒരു കോയിൻ എടുത്ത് ഈ ബെഗറിന് കൊടുത്തു, ആംസ് ആയിട്ട് കൊടുത്തു. അപ്പൊ ഈ ബെഗർ എന്താണ് തിരിച്ച് ഈ അമ്മയോട് പറഞ്ഞിട്ട് പോയത്? എന്ത് പറഞ്ഞുകൊണ്ടാണ് ഈ ബെഗർ പോകുന്നത്? ബെഗർ എന്ത് പറഞ്ഞു? ബെഗർ ഒരു സ്നേക്ക് ചാമറിനെ ഇങ്ങോട്ട് അയച്ചേക്കാം എന്ന് പറഞ്ഞു അല്ലേ? ഹു പ്രോമിസ് ടു സെൻഡ് എ സ്നേക്ക് ചാമർ ആസ് ഷീ വെന്റ്. അവൾ പോയപ്പോൾ എന്ത് പറഞ്ഞു? ഒരു സ്നേക്ക് ചാമറിനെ ഇങ്ങോട്ട് അയച്ചേക്കാമെന്ന് പറഞ്ഞു. സ്നേക്ക് ചാമർ എന്ന് വെച്ചാൽ എന്താണ്? പാമ്പിനെയൊക്കെ ഇങ്ങനെ പിടിക്കുന്ന ആൾക്കാരില്ലേ, പാമ്പിനെ ഇങ്ങനെ കുഴൽ ഇങ്ങനെ എന്റർടൈൻ ചെയ്യുന്നത്, പാട്ടൊക്കെ ഒരു കുഴലൊക്കെ ഊതി പാമ്പിനെ ഇങ്ങനെ ആട്ട്. നമ്മൾ ടി വിയിലൊക്കെ കണ്ടില്ലേ പാമ്പിനെ പിടിക്കുന്ന ആൾക്കാരെയൊക്കെ, അതുപോലെ. ആൻ എന്റർടൈനർ ഹു അപ്പിയേഴ്സ് ടു മേക്ക് സ്നേക്ക് മൂവ് ബൈ മേക്കിംഗ് മ്യൂസിക് പ്ലേ ചെയ്ത് സ്നേക്കിനെ ഇങ്ങനെ ആട്ടുന്ന ആൾക്കാരെയാണ് ഈ സ്നേക്ക് ചാമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബെഗർ പറഞ്ഞു, ഞാൻ പോകുന്ന വഴി ഒരു സ്നേക്ക് ചാമർ ഇവിടെ നിയർ ബൈ ഉണ്ട്, ഐ വിൽ സെൻഡ് ഹിം ടു യുവർ പ്ലേസ് എന്നും പറഞ്ഞിട്ടാണ് ഈ ബെഗർ അവിടുന്ന് പോയത്. ഓക്കെ, നമുക്കിനി 6th പാരഗ്രാഫ് നോക്കാം. Presently, an old man appeared at the gate and announced himself as the snake charmer. They gathered around him. He spoke to them of his life and activities and his power over snakes. They asked admiringly, "How do you catch them?" Thus, he said, pouncing upon an imaginary snake on the ground. They pointed at the direction in which the cobra had gone and asked him to go ahead. He looked helplessly and said, "If you show me the snake, I will catch it at once. Otherwise, what can I do? The moment you see it again, send for me. I live nearby." He gave his name and departed. ഓക്കെ, ടീച്ചർ ഇതിൻ്റെ മലയാളം പറഞ്ഞുതരായേ. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാമല്ലേ ആ ബെഗർ എന്ത് പറഞ്ഞാൽ പോയത്? എന്താ ബെഗർ പ്രോമിസ് ചെയ്ത്? ബെഗർ പ്രോമിസ് ദാറ്റ് ഷീ വിൽ സെൻഡ് എ സ്നേക്ക് ചാമർ അല്ലേ? അങ്ങനെ പറഞ്ഞിട്ടാണ് പോയല്ലേ. അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം what the inmates of the house noticed is that an old man appeared at the gate and he announced himself as a snake charmer. ഒരാൾ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് പറയാണല്ലേ, ഞാൻ സ്നേക്ക് ചാമർ ആണെന്ന് പറയണം. അവൻ അയാൾ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഞാൻ ഒരു സ്നേക്ക് ചാമർ ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കിയെല്ലാം ആൾക്കാർ എന്ത് ചെയ്തു കാണും? they all gathered around him. ചുറ്റും കൂടി പുള്ളിയുടെ. എന്നിട്ട് അപ്പോൾ ഈ സ്നേക്ക് ചാമർ എന്താണ് പിന്നീട് ഈ ആൾക്കാരോട് പറഞ്ഞെന്നറിയോ? സ്നേക്ക് ചാമർ സ്വയം അയാളെ പറ്റി ഇങ്ങനെ, ഞാൻ അത് ചെയ്തു, സ്നേക്കിനെ പിടിച്ചു, ഞാൻ സ്നേക്കിനെ അങ്ങനെ ചെയ്തു, അങ്ങനെ ഓരോ ആക്ടിവിറ്റീസ്. he spoke to them of his life and activities and his power over snake. സ്നേക്കിനെ എങ്ങനെ ഈസിലി അയാൾ ക്യാച്ച് ചെയ്യും, ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നേ. അപ്പോൾ ഇയാൾ ഇങ്ങനെ സ്നേക്കിനെ കുറിച്ചുള്ള കഥകൾ പറഞ്ഞപ്പോൾ മറ്റുള്ള ആൾക്കാർ എങ്ങനെയെന്ന് ഇയാൾ നോക്കിയാൽ ദേ ലുക്ക്ഡ് അറ്റ് ഹിം admiringly എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഇൻ എ വേ ദാറ്റ് ഷോസ് റെസ്പെക്ട് ഓർ വാം അപ്രൂവൽ. ഒരു പ്രശംസനീയമായ ഒരു റെസ്പെക്റ്റോടുകൂടി അങ്ങനെ നോക്കുന്നതിനാണ് അഡ്മയറിംഗ്ലി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവരെല്ലാവരും കൂടി ചുറ്റും കൂടി ആൾക്കാർ ഇവനോട് വളരെ അഡ്മയറിംഗ്ലി വളരെ റെസ്പെക്റ്റോടുകൂടി ചോദിക്കുന്നതാണ്, ഹൗ ഡു യു ക്യാച്ച് ദം? നിങ്ങൾ എങ്ങനെയാണ് സ്നേക്കിനെ പിടിക്കുന്നത്? നമുക്ക് എല്ലാവർക്കും അത്ഭുതമായിരിക്കും അല്ലേ, സ്നേക്ക് ചാമർ എങ്ങനെയാണ് സ്നേക്കിനെ ക്യാച്ച് ചെയ്യുന്നത് എന്നല്ലേ അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവില്ലേ? എങ്ങനെയായിരിക്കും ഈ പാമ്പ് പിടുത്തക്കാരൊക്കെ പാമ്പിനെ പിടിക്കുന്നത് എന്നുള്ളൊരു ക്യൂരിയോസിറ്റി, അറിയാനുള്ളൊരു ആഗ്രഹം. അപ്പോൾ ഈ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഈ സ്നേക്ക് ചാമർ എന്താണ് ചെയ്തതെന്നറിയോ? അയാൾ എന്ത് ചെയ്തു? ഒരു ഇമാജിനറി ആയിട്ടൊരു സ്നേക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. എന്ന് വെച്ചാൽ അവിടെ സ്നേക്ക് ഇല്ല, പക്ഷെ ഒരു സ്നേക്ക് ഉണ്ടെന്ന് സങ്കല്പിച്ചുകൊണ്ട് ആ സ്നേക്കിനെ എങ്ങനെ ചാടി പിടിക്കും, അതേപോലെ അയാൾ ആക്ട് ചെയ്തു. he said എങ്ങനെ ഇതേപോലെ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ എന്ത് ചെയ്തു? പൗൺസിങ് അപ്പോൾ ആണ് ഇമാജിനറി സ്നേക്ക് ഓൺ ദ ഗ്രൗണ്ട്. പൗൺസിങ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഒരു സഡൻ ജമ്പ്, പെട്ടെന്ന് ചാടി ഇങ്ങനെ ചാടി സീസ് ചെയ്യുക, പിടിച്ചെടുക്കുക. അതാണ് പൗൺസിങ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ടു സഡൻലി ജമ്പ് ടുവേർഡ്സ് ആൻഡ് സീസ് സംതിങ് കേട്ടോ. അപ്പോൾ ഒരു ഇമാജിനറി ആയിട്ടൊരു സ്നേക്ക് അവിടെ ഗ്രൗണ്ടിലുണ്ടെന്ന് വിചാരിച്ചിട്ട് അതിനെ ചാടി ഇങ്ങനെ പിടിക്കുന്ന പോലെ അയാൾ ആക്ട് ചെയ്തു. ദസ് ഇങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ആക്ട് ചെയ്തു. അങ്ങനെ ഇപ്പോൾ എല്ലാവരും കണ്ടുവല്ലോ എങ്ങനെയാണ് അയാൾ പിടിക്കുന്നത്, ചാടി ഇങ്ങനെ പിടിക്കണം.
അപ്പോൾ ഇതൊക്കെയാണ് ഈ അഭ്യാസമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അവിടെ കൂടിയിരുന്ന ആൾക്കാർ എന്ത് ചെയ്തു? ദേ പോയിന്റഡ് അറ്റ് ദ ഡയറക്ഷൻ ഇൻ വിച്ച് ദ കോബ്ര ഹാഡ് ഗോൺ ആൻഡ് ആസ്ക്ഡ് ഹിം ടു ഗോ അഹെഡ്. അപ്പോൾ ഇയാളുടെ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ക്യാച്ച് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് വലിയ ആളായി നിൽക്കുന്ന സമയത്ത് ഈ അവിടെ കൂടിയ ആൾക്കാർ പറഞ്ഞു, ദേ അത് കണ്ടോ, ആ ഡയറക്ഷനിലാണ് കൊബ്ര പോയിരിക്കുന്നത്. യു ഗോ അഹെഡ്. ഗോ അഹെഡ് എന്ന് വെച്ചാൽ നിങ്ങൾ ചെന്ന് അതിനെ ക്യാച്ച് ചെയ്തോളൂ എന്ന് പറഞ്ഞു. മുന്നോട്ട് പോയിട്ട് ആ കോബ്രനെ ക്യാച്ച് ചെയ്യൂ എന്ന് പറഞ്ഞു. ആ കോബ്ര പോയ ഡയറക്ഷൻ അവർ കാണിച്ചു കൊടുത്തു. ഇവർക്ക് ഏകദേശം ഐഡിയ ഉണ്ടല്ലോ, അങ്ങോട്ടേക്കൊക്കെ ആയിരിക്കും ഈ കോബ്ര പോയിട്ടുണ്ടെന്നൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ ആ ഡയറക്ഷൻ കാണിച്ചിട്ട് പറഞ്ഞു, ദേ അങ്ങോട്ടായിരിക്കും കോബ്ര പോയിക്കുന്നത്, നിങ്ങൾ അതിനെ പോയി കണ്ടുപിടിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട് നമ്മുടെ സ്നേക്ക് ചാമർ ആകെ കൺഫ്യൂസ്ഡ് ആയി. അപ്പോൾ അയാൾ എന്താണ് പറഞ്ഞത് നമുക്ക് നോക്കാം കേട്ടോ. ഹി ലുക്ക്ഡ് ഹെൽപ്ലെസ്ലി ആൻഡ് സെഡ്, ഹെൽപ്ലെസ്ലി, നിസ്സഹായനായിട്ട്, അയാൾക്കൊന്നും ചെയ്യണം, അയ്യോ ഞാൻ എന്ത് ചെയ്യാനാണ് എന്നുള്ളൊരു ഭാവം. അങ്ങനെ ഹി ലുക്ക്ഡ് ഹെൽപ്ലെസ്ലി ആൻഡ് സെഡ്, എന്താണ് അയാൾ പറഞ്ഞത് നോക്കാം. ഇഫ് യു ഷോ മീ ദ സ്നേക്ക് ഐ വിൽ ക്യാച്ച് ഇറ്റ് അറ്റ് വൺസ്. പുള്ളി പറയണേണ്, എനിക്ക് ആ സ്നേക്ക് എവിടെയാണെന്നൊന്ന് പറഞ്ഞു തരികയാണെങ്കിൽ, ഈ സ്നേക്കിനെ കാണിച്ചു തരികയാണെങ്കിൽ ഞാൻ അതിനെ കൈയോടെ പിടിക്കാം. അറ്റ് വൺസ് എന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ്ലി, അറ്റ് ദ സെയിം ടൈം, സൈമൾട്ടേനിയസ്ലി എന്നാണ് അറ്റ് വൺസിൻ്റെ ആ പ്രയോഗത്തിൻ്റെ അർത്ഥം കേട്ടോ. ഇഫ് യു ഷോ മീ ദ സ്നേക്ക് ഐ വിൽ ക്യാച്ച് ഇറ്റ് അറ്റ് വൺസ്, അതർവൈസ് വാട്ട് ക്യാൻ ഐ ഡു? എനിക്ക് കാണിച്ചോ, അല്ലെങ്കിൽ അപ്പോൾ ഞാൻ പിടിക്കാം, അല്ലാതെ എനിക്ക് സ്നേക്ക് എവിടെയെന്ന് കാണിച്ച തരാത്ത പക്ഷം ഞാൻ എങ്ങനെ പിടിക്കാനാണ് എന്ന് പറഞ്ഞു. ദ മൊമെന്റ് യു സീ ഇറ്റ് അഗെയിൻ സെൻഡ് ഫോർ മീ, ഐ ലിവ് നിയർ ബൈ. അയാൾ പറഞ്ഞെന്താ, നിങ്ങൾ ഇനി എന്നെ കാണണമെങ്കിൽ എന്നെ ഇവിടെ അറിയിച്ചാൽ മതി, ഞാൻ തൊട്ടടുത്ത് തന്നെയാണ് താമസിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ പേരൊക്കെ അവരോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് ഹി ഡിപ്പാർട്ടഡ്. ഹി ഗേവ് ഹിസ് നെയിം ആൻഡ് ഡിപ്പാർട്ടഡ്. ഡിപ്പാർട്ടഡ് എന്ന് വെച്ചാൽ പുറപ്പെട്ടു, അവിടെ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ നമ്മളിവിടെ കുറേ പുതിയ വേർഡ്സ് കണ്ടുപിടിച്ചല്ലേ, പരിചയപ്പെട്ടല്ലേ. അപ്പം നിങ്ങൾ ഇതെല്ലാം നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്കിനി അടുത്ത പാരഗ്രാഫ് ഡിസ്കസ് ചെയ്യാം. At 5 in the evening, they threw away their sticks and implements and retired to the veranda to rest. They had turned up every stone in the garden and cut down every grass blade and shrub, so that the tiniest insect coming into the garden should have no cover. They were loudly discussing various measures they would take to protect themselves against the reptiles in the future. When Dasa appeared before them, carrying a water pot whose mouth was sealed with a slab of stone, he put the pot down and said, I have caught him in this. I saw him peeping out of it. I saw him before he could see me. He explained at the length the strategy he had employed to catch and seal up the snake in the pot. Dasa had the glow of a champion on his face. Don't call me an idler hereafter, he said. Mother complimented him on his sharpness and wished she had placed some milk in the pot as a sort of religious duty. He picked up the pot cautiously and walked off, saying that he would leave the pot and its content with the snake charmer living nearby. He became the hero of the day. They watched him in great admiration and decided to reward him adequately. നമുക്ക് ഈ പാരഗ്രാഫിൻ്റെ മീനിങ് ഒന്ന് നോക്കായേ. At 5 in the evening, they threw away their sticks and implements. Threw away എന്ന് വെച്ചാൽ എന്താണ്? ത്രൂ എന്ന് വെച്ചാൽ ത്രോയുടെ പാസ്റ്റ് ടെൻസ് അല്ലേ? ഓക്കെ. വലിച്ചെറിഞ്ഞു. എന്തൊക്കെയാണ് അവർ വലിച്ചെറിഞ്ഞത്? their sticks and implements. ഇംപ്ലിമെൻറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്? ടൂൾസ് അല്ലേ, എക്യുപ്മെൻറ്റ്സ്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം, all the neighbors and the inmates of the house were ലുക്കിംഗ് ഫോർ ദ സ്നേക്ക്. അവർ സ്നേക്കിനെ നോക്കിയായിരുന്നല്ലേ. അപ്പോൾ നോക്കാൻ വേണ്ടി അവർ ആ ഗാർഡൻ മൊത്തം ക്ലീൻ ആക്കാൻ വേണ്ടി അവരെന്ത് നൈഫും സ്റ്റിക്കും ക്രോബാറും എല്ലാം യൂസ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ. കുറേ ടൂൾസ് വെച്ചിട്ടാണ് അവർ അവിടെയൊക്കെ നീറ്റാക്കിയത്. അപ്പോൾ ഈവനിങ് ആയപ്പോൾ ദേ ബിക്കേം ടയേർഡ്, സോ ദേ ത്രൂ അവേ ഓൾ ദിയർ സ്റ്റിക്സ് ആൻഡ് ഇംപ്ലിമെൻറ്റ്സ് ആൻഡ് റിട്ടയർഡ് ടു ദ വരാന്ത ടു ടേക്ക് റെസ്റ്റ്. ദെൻ അപ്പോൾ ഫുൾ നീറ്റാക്കിയപ്പോൾ ഇപ്പോൾ അവിടെ മൊത്തം ഗാർഡനൊക്കെ ആകെ ക്ലീൻ ആൻഡ് ക്ലിയർ ആണ്. They had turned up every stone in the garden and cut down every
grass blade and shrubs so that the tiniest insect coming into the garden should have no cover. എല്ലാ ഈ ഗ്രാസ് പുല്ലിൻ്റെ എല്ലാ പുല്ലുകളും ഷ്രബ്സും എല്ലാം കട്ട് ചെയ്ത് മാറ്റിയപ്പോൾ എന്ത് സംഭവിച്ചു? കുഞ്ഞു കുഞ്ഞു ഇൻസെക്റ്റ് പോലും ഇങ്ങനെ, നമുക്കറിയാലോ മണ്ണിലൊക്കെ ധാരാളം കുഞ്ഞു കുഞ്ഞു ഇൻസെക്ട്സ് ഉണ്ടാവും അല്ലേ, അതൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരുന്ന പോലും ക്ലിയർ ആയിട്ട് ഇപ്പോൾ കാണാൻ പറ്റും, യാതൊരു കവറും ഇല്ല അല്ലേ, എല്ലാം നീറ്റാക്കി. അപ്പോൾ നമുക്ക് കുഞ്ഞു ഇൻസെക്റ്റ് വന്ന പോലും അവർക്ക് കാണാൻ പറ്റും, അത്രയും നീറ്റും ക്ലീനും ഒക്കെ അവർ ആ ഗാർഡൻ മാറ്റി. They were loudly discussing various measures they would take to protect themselves against reptiles in the future. Reptiles എന്ന് വെച്ചാൽ ഇഴജന്തുക്കൾ അല്ലേ, അപ്പോൾ എങ്ങനെ ഫ്യൂച്ചറിൽ ഹൗ ദേ ക്യാൻ സർവൈവ് ഫ്രം ദീസ് reptiles, how they can protect themselves from these reptiles എന്നുള്ള ഓരോ കാര്യങ്ങൾ അവർ ഡിസ്കസ് ചെയ്യുന്നത്. ഇങ്ങനെ നമുക്ക് രക്ഷിക്കാൻ പറ്റും നമ്മളെ ഈ reptiles-ൽ നിന്നൊക്കെ, ഇഴജന്തുക്കളൊക്കെ നമ്മളിനി ഭാവിയിൽ ഉപദ്രവിക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ എന്തൊക്കെ മെഷേഴ്സ് എടുക്കണം അവർക്കെതിരെ. നമ്മൾ പറയില്ലേ ഇപ്പോൾ പാമ്പ് കയറാതിരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ വെളുത്തുള്ളിയൊക്കെ ചതച്ചിടും, നെറ്റൊക്കെ ഇങ്ങനെ സൈഡിലൊക്കെ ഇടും എന്നൊക്കെ പറയില്ലേ. അപ്പം അതേപോലെ അവർ പല മെഷേഴ്സും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരിക്കാം, നമുക്കറിയില്ല അവരെന്തൊക്കെയാണ് പറഞ്ഞതെന്ന്. ഓക്കെ, ബാക്കി നോക്കായേ. ആ ടൈമിന് എന്ത് സംഭവിച്ചു നോക്കാം. അവരിങ്ങനെ ഓരോ മെഷേഴ്സൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വാട്ട് ഹാപ്പൻ, സഡൻലി ദാസ അപ്പിയർഡ് ബിഫോർ ദം. ദാസയുടെ കയ്യിൽ എന്തായിരുന്നു നോക്കി. ദാസ വാസ് ക്യാരിങ് എ പോട്ട് whose mouth was sealed with a slab of stone. ദാസയുടെ കയ്യിൽ ഒരു പോട്ട് ഉണ്ടായിരുന്നല്ലേ, ആ പോട്ട് എങ്ങനെയാണ്, പോട്ടിൻ്റെ മുകൾ ഭാഗം സീല് അടച്ചിരിക്കുകയാണ്. എന്ത് വെച്ച്, ഒരു സ്ലാബ് ഓഫ് സ്റ്റോണിൻ്റെ ഒരു കഷ്ണം വെച്ചിട്ട് അതിങ്ങനെ അടച്ചിരിക്കുകയാണ്. He put the pot down and said, I have caught him in this. I saw him peeping out of it. ദാസ എന്താ പറഞ്ഞെന്നറിയോ, ആ പോട്ട് താഴെ വെച്ചിട്ട് ഐ ഹാവ് കോട്ട് ഹിം ഇൻ ദിസ്. ആരാ കോട്ട് ഹിം എന്ന് ഉദ്ദേശിച്ചത്? ആ സ്നേക്കിനെയാണ്. പുള്ളി ദാസ പറയണേണ് ഐ ഹാവ് കോട്ട് ദ snake and that snake is there in this pot. ഈ പോട്ടിൻ്റെ ഉള്ളിലുണ്ട് എന്ന് പറയുന്നതാണ്. അപ്പോൾ ദാസ എങ്ങനെയാണ് ഈ സ്നേക്കിനെ കണ്ടത്? എന്നിട്ട് ദാസ പറയുന്നത് ഐ സോ ഹിം പീപ്പിംഗ് ഔട്ട് ഓഫ് ഇറ്റ്. ഞാൻ അവനിങ്ങനെ, ഈ പീപ്പിംഗ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? എത്തി നോക്കുക. ഈ പോട്ടിൻ്റെ ഉള്ളിൽ നിന്ന് അതിങ്ങനെ പുറത്തേക്ക് എത്തി നോക്കുന്നത് കണ്ടു എന്ന് ദാസ പറയുന്നതാണ്. അപ്പം ഞാൻ അതിനെ പോട്ടിൻ്റെ ഉള്ളിൽ തന്നെ അടച്ചു വെച്ചു എന്നാണ് പറയുന്നത്. ഐ സോ ഹിം പീപ്പിംഗ് ഔട്ട് ഓഫ് ഇറ്റ്. ഐ സോ ഹിം ബിഫോർ ഹി കുഡ് സീ മീ. പാമ്പ് എന്നെ കാണുന്നതിന് മുമ്പ് ഞാൻ പാമ്പിനെ കണ്ടു. അതുകൊണ്ട് ഞാൻ ക്ലെവർലി ഇതിനെ ഈ പോട്ടിൻ്റെ ഉള്ളിൽ ഈ സ്റ്റോണിൻ്റെ സ്ലാബ് വെച്ച് അടച്ചു വെച്ചു. ഹി എക്സ്പ്ലെയിൻഡ് at length the strategies he had employed to catch and seal up the snake in the pot. Strategy means steps അല്ലേ. അങ്ങനെ പുള്ളി ഇങ്ങനെ he began to explain what all steps he has taken to catch the snake and seal it inside the pot. പോട്ടിൻ്റെ ഉള്ളിൽ സീൽ ചെയ്യാൻ പിടിച്ച് പൂട്ടി വെക്കാൻ വേണ്ടി ഈ ദാസ എന്തൊക്കെ സ്റ്റെപ്പ് എടുത്തായിരുന്നു, പ്രവർത്തനം ചെയ്താണോ, അതൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് സ്വയം ഇങ്ങനെ വലിയ ആളായിട്ട് പറയാൻ തുടങ്ങി. അപ്പോൾ ഇതൊക്കെ കേട്ട് ബാക്കിയുള്ള ആൾക്കാരുടെ എക്സ്പ്രഷൻ എന്തായിരുന്നു നോക്കായേ. They stood at a safe distance and gazed on the pot. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർ എന്താണ് ചെയ്തത്? അവരെല്ലാവരും വളരെ അയ്യോ എൻ്റെ ഉള്ളിൽ സ്നേക്ക് എന്തോ എന്ന് അതിശയിച്ചിട്ട് അവരെല്ലാവരും സേഫ് ഡിസ്റ്റൻസ് അകന്ന് നിന്നുകൊണ്ട് ഈ പോട്ടിന് തന്നെ, ഈ മൺകലത്തിനെ തന്നെ നോക്കിയേ. ദാസ ഹാഡ് ദ ഗ്ലോ ഓഫ് എ ചാമ്പ്യൻ ഓൺ ഹിസ് ഫേസ്. ഡോണ്ട് കോൾ മീ ആൻ ഐഡ്ലർ ഹിയർ ആഫ്റ്റർ, ഹി സെഡ്. ഐഡ്ലർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? A person who avoids work or spends time in an aimless or lazy way. ഒരു എയിംലെസ് ആയിട്ടും ഒരു ലേസി ആയിട്ടുള്ളൊക്കെ സമയം തള്ളിക്കളയുന്ന ആൾക്കാരെയാണ് ഐഡ്ലർ എന്ന് പറയുന്ന, മടിയന്മാർ, നിഷ്ക്രിയർ. അപ്പോൾ ഇയാൾ പറയുന്നതിന് ഇങ്ങനെ, ഇയാൾ ഭയങ്കര ഇപ്പോൾ സ്നേക്കിനെ പിടിച്ചുവല്ലോ, അപ്പോൾ അയാൾ വലിയ ആളായല്ലോ. അപ്പോൾ അയാൾ പറയുന്നത് ഡോണ്ട് കോൾ മീ ആൻ ഐഡ്ലർ ഹിയർ ആഫ്റ്റർ. ഇനി മുതൽ എന്നെ ഒരു മടിയനെന്ന് വിളിക്കാൻ പാടില്ല എന്ന് പറയണേന് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ട് എല്ലാവർക്കും ദാസയോട് ദാസ ഭയങ്കര ബ്രേവ് ആണെന്നൊക്കെ എല്ലാവരും ചിന്തിക്കാൻ തുടങ്ങി. അപ്പം മദറിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു നോക്കാം. മദർ എന്താ പറയുന്നത് നോക്കാം. മദർ കോംപ്ലിമെൻറ്റഡ് ഹിം ഓൺ ഹിസ് ഷാർപ്നെസ് ആൻഡ് വിഷ്ഡ് ഷീ ഹാഡ് പ്ലേസ്ഡ് സം മിൽക്ക് ഇൻ ദ പോട്ട് ആസ് എ സോർട്ട് ഓഫ് റിലീജിയസ് ഡ്യൂട്ടി. മദർ കോംപ്ലിമെൻറ്റഡ് ഹിം. കോംപ്ലിമെൻ്റ് എന്ന് വെച്ചാൽ അഭിനന്ദിച്ചു. ദാസയുടെ ഷാർപ്നെസ് വളരെ ഷാർപ്പാണ്. അയ്യോ ദാസ, നീ എത്ര ക്ലെവർലി എഫിഷ്യൻ്റ്ലി ആണ് നീ ഈ സ്നേക്കിനെ ക്യാച്ച് ചെയ്തത്. നീ വളരെ ഷാർപ്പാണ്,
കൃത്യതയോടുകൂടി എല്ലാം ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രശംസിക്കാൻ തുടങ്ങി. കൂടാതെ മദർ ഒരു കാര്യവും കൂടി ആഗ്രഹിച്ചു. മദർ എന്ത് ആഗ്രഹിച്ചു? ഈ സ്നേക്കിന്, ഇപ്പോൾ സ്നേക്കിന് നമ്മൾക്ക് അറിയാമല്ലോ, നമ്മൾ ഈ സർപ്പത്തിനൊക്കെ പാലഭിഷേകമൊക്കെ ചെയ്യില്ല, അതേപോലെ ഒരു റിച്വലിൻ്റെ റിലീജിയസ് ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് കുറച്ച് പാല്, മിൽക്ക് ഈ പോട്ടിൻ്റെ അടുത്ത് പോട്ടിൽ അഭിഷേകിച്ചോട്ടെ, ആ പോട്ടിലോട്ട് ഒഴിച്ചോട്ടെ എന്നൊക്കെ ഇങ്ങനെ മദർ ആഗ്രഹിച്ചു കേട്ടോ. ആൻഡ് വിഷ് ഷീ ഹാഡ് പ്ലേസ്ഡ് സം മിൽക്ക് ഇൻ ദ പോട്ട് ആസ് എ സോർട്ട് ഓഫ് റിലീജിയസ് ഡ്യൂട്ടി. പക്ഷെ അത് ചെയ്തില്ല. അങ്ങനെ അമ്മ ആഗ്രഹിച്ചു. ഹി പിക്ഡ് അപ്പ് ദ പോട്ട് കോഷ്യസ്ലി ആൻഡ് വോക്ക്ഡ് ഓഫ്, സെയിങ് ദാറ്റ് ഹി വുഡ് ലീവ് ദ പോട്ട് ആൻഡ് ഇറ്റ്സ് കണ്ടന്റ് വിത്ത് ദ സ്നേക്ക് ചാമർ ലിവിങ് നിയർ ബൈ. ദാസ എന്ത് ചെയ്തു? ദാസ ഇതിന് ശേഷം കുറേ സ്വയം അങ്ങാട് ആത്മപ്രശംസയൊക്കെ നടത്തിയല്ലോ. അതിനുശേഷം പുള്ളി എന്ത് ചെയ്തു? കോഷ്യസ്ലി ഹി picked up the pot. Cautiously means carefully, വളരെ ജാഗ്രതയോടുകൂടി ഈ പോട്ട് എടുത്ത് പൊക്കിയതിന് ശേഷം അതിലെ കണ്ടന്റിനെയൊക്കെ വളരെ സേഫായിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് അദ്ദേഹം എന്താ പറഞ്ഞ, ഐ എം ഗോയിങ് ടു ദ സ്നേക്ക് ചാമർ നിയർ ബൈ, ഐ വിൽ ഹാൻഡ് ഓവർ ദി സ്നേക്ക് ടു ദ സ്നേക്ക് ചാമർ എന്ന് പറഞ്ഞാണ്. ഈ സ്നേക്ക് ചാമർ തൊട്ടടുത്ത് താമസിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അദ്ദേഹത്തിൻ്റെ അടുത്തുകൊണ്ട് ഈ സ്നേക്കിനെ കൊടുത്തിട്ട് വരാം എന്നും പറഞ്ഞ് അവിടുന്ന് പോയി. ഓക്കെ, വോക്ക്ഡ് ഓഫ് എന്ന് വെച്ചാൽ ലീവ് ദ പ്ലേസ്. അവിടെ നിന്ന് അദ്ദേഹം പോയി. ഈ പോട്ടിലിൻ്റെ ഉള്ളിൽ സ്നേക്കിനെ വെച്ചുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് പോയി കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരുടെ മുമ്പിൽ ഹി ബിക്കെയിം ദ ഹീറോ. നൗ ദാസ ബിക്കെയിം ദ ഹീറോ ഓഫ് ദ ഡേ. ദേ വാച്ച് ഹിം ഇൻ ഗ്രേറ്റ് അഡ്മിറേഷൻ മീൻസ് റെസ്പെക്ട്. എല്ലാവരും ഭയങ്കര റെസ്പെക്റ്റോടുകൂടി ദാസയെ നോക്കിക്കൊണ്ടിരുന്നു. ആൻഡ് ഡിസൈഡഡ് ടു റിവാർഡ് ഹിം അഡിക്വേറ്റ്ലി. ഷുവർലി അവനൊരു റിവാർഡ് കൊടുക്കണം, ഒരു പ്രസൻറ്റ് കൊടുക്കണം എന്ന് അവർ വിചാരിച്ചു കേട്ടോ. ഓക്കെ, നമുക്കിനി ലാസ്റ്റ് പാരഗ്രാഫ് നോക്കായേ. ലാസ്റ്റ് പാരഗ്രാഫിലെ കണ്ടന്റ് എന്താണെന്ന് നമുക്ക് നോക്കായേ, എങ്ങനെയാണ് ഈ സ്റ്റോറി എൻഡ് ചെയ്യുന്നതെന്ന് നോക്കായേ. ഓക്കെ, ലാസ്റ്റ് പാരഗ്രാഫാണ് നമ്മളിപ്പോൾ വായിക്കാൻ പോകുന്നത്. It was 5 minutes since Dasa had gone when the youngest son cried, "See there! Out of a hole in the compound wall, a cobra emerged. It glided along towards the gate, paused for a moment to look at the gathering in the veranda with its hood half raised. It crawled under the gate and disappeared along a drain." When they recovered from the shock, they asked, "Does it mean there are 2 snakes here?" The college boy murmured, "I wish I had taken the risk and knocked the water pot from Dasa's hand. We might have known what it contained." ഞാൻ മലയാളത്തിൽ പറഞ്ഞിട്ടെ എൻ്റെ അർത്ഥം. ഇപ്പോൾ ദാസ ഓൾറെഡി ഒരു പോട്ടിൽ സ്നേക്കിനായിട്ട് നമ്മുടെ സ്നേക്ക് ചാമറിൻ്റെ അടുത്തേക്ക് പോയി അല്ലേ. അപ്പോൾ അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആ വീട്ടിൽ ദാസ സ്നേക്ക് ചാമറിൻ്റെ അടുത്തേക്ക് പോയതിനു ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. After 5 minutes Dasa had gone, the youngest son cried, "See there! Out of a hole in the compound wall, a cobra emerged." അവിടെ കോമ്പൗണ്ട് വാളിൻ്റെ അവിടെ ഒരു ഹോളുണ്ട്. ആ ഹോളിൽ നിന്നും ഒരു കോബ്ര ദേ പൊങ്ങി തല പൊക്കി നോക്കുന്നു, ഉയർന്നു വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുട്ടി ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടായിരുന്നു, അവിടെ ഇളയ മകൻ. അവനിങ്ങനെ ഒച്ചയിൽ പറയണല്ലേ. ദാസ പോയി കുറച്ച് 5 മിനിറ്റൊക്കെ കഴിഞ്ഞ് അതിന് ശേഷമാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ കോബ്ര എന്താ ചെയ്ത് എല്ലാവരും നോക്കിയിരിക്കൽ. ഈ കോബ്ര എന്ത് ചെയ്തെന്നറിയോ? ഇറ്റ് ഗ്ലൈഡഡ് എലോങ് ടുവാർഡ്സ് ദി ഗേറ്റ്, പോസ് ഫോർ എ മൊമെന്റ് ടു ലുക്ക് അറ്റ് ദ ഗാദറിങ് എന്ന് വെച്ചാൽ അവിടെ കൂടിയിരുന്ന ആൾക്കാർ, വരാന്തയിൽ കൂടിയിരുന്ന ആൾക്കാരെ നോക്കാൻ വേണ്ടി അതൊന്ന് നിന്നു. അതിങ്ങനെ ഇഴഞ്ഞു വന്ന് ഗേറ്റിൻ്റെ അവിടെ എത്തിയതിന് ശേഷം എല്ലാവരും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നോക്കി. എങ്ങനെയല്ല നോക്കിയത്? വിത്ത് ഇറ്റ്സ് ഹുഡ് ഹാഫ് റേസ്. ഹുഡ് മീൻസ് തല ഇങ്ങനെ പൊക്കിയിട്ട് ഇങ്ങനെ എല്ലാവരെയും ഇങ്ങനെ നോക്കി. അതിനുശേഷം എന്ത് ചെയ്തു? ഇറ്റ് ക്രോൾഡ് അണ്ടർ ദ ഗേറ്റ്. ക്രോൾഡ് മീൻസ് ഇഴയുക. ഗേറ്റിൻ്റെ അടിയിലൂടെ അങ്ങോട്ട് ഇഴഞ്ഞ് ആൻഡ് ഡിസപ്പിയർ എലോങ് എ ഡ്രെയിൻ എന്ന് വെച്ചാൽ ഡ്രെയിനേജ്, വെള്ളം പോകുന്ന ആ ചാലല്ലേ, ആ വെള്ളം പോകുന്ന ചാലിലൂടെ അതങ്ങാട് എവിടെയൊക്കെ മറിഞ്ഞുപോയി. അയ്യോ, എല്ലാവർക്കും ഷോക്കായല്ലേ. എല്ലാവരും എന്താ വിചാരിച്ചെന്ന് വെച്ചാൽ ദാസ ഓൾറെഡി ആ സ്നേക്കിനെ ക്യാച്ച് ചെയ്തിട്ടുണ്ട് ആൻഡ് ആ പോട്ടിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് കൊണ്ട് സ്നേക്ക് ചാമറിൻ്റെ അടുത്ത് കൊടുക്കാൻ പോയെന്നല്ലേ എല്ലാവരും ബിലീവ് ചെയ്തിരിക്കുന്ന. നൗ വാട്ട് ഹാപ്പൻഡ്?
ഒരു മറ്റൊരു സ്നേക്കിനെ അവരിപ്പോൾ കണ്ടല്ലോ, മറ്റൊരു സ്നേക്കാണോ എന്ന് അവർക്കറിയില്ല. അവർ നോക്കുമ്പോൾ ഇതേ വീണ്ടും ഒരു കോബ്ര വന്നിരിക്കുന്നു. അവിടെ ഒരു വോളിൻ്റെ ആ ഒരു ഹോളിൽ നിന്ന് കോബ്ര എമേർജ് ചെയ്തിരിക്കുന്നു. അത് നേരത്തെ കോബ്ര കയറിപ്പോയി അതേ വഴിയിലൂടെ തന്നെ തിരിച്ചു പോയി ഇതേ ഡ്രെയിനേജിലൂടെ അത് പോയി കളഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും ഷോക്കായി. വെൻ ദേ റിക്കവർ ഫ്രം ദ ഷോക്ക് ദേ ആസ്ക്ഡ്, അവർ ആ ഷോക്കിൽ നിന്ന് റിക്കവർ ചെയ്തപ്പോൾ തിരിച്ച് അവർ നോർമൽ ആ ടെൻഷൻ, പെട്ടെന്ന് നമ്മൾ പാമ്പിനെ കാണുമ്പോൾ ഷോക്കാവില്ല, ആ ഷോക്കിൽ നിന്ന് അവർ റിക്കവർ ചെയ്തപ്പോൾ ആ മോചിതരായപ്പോൾ, ആ ഷോക്കിൽ നിന്ന് അവർ മോചിതരായപ്പോൾ അവർ തമ്മിൽ എന്താണ് ചോദിച്ചത്? ഡസ് ഇറ്റ് മീൻ ദർ ആർ 2 snakes ഹിയർ? ദ കോളേജ്. അപ്പോൾ ഈ 2 സ്നേക്ക് ഉണ്ടായിരുന്നു എന്നൊരു കൺഫ്യൂഷൻ ആയല്ലേ. അപ്പോൾ ഒരു കോളേജ് പോയി എന്താ പറഞ്ഞു? മർമേർഡ് മീൻസ് ഇങ്ങനെ പെരുവിടുത്തു, മനസ്സിലിങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ പതുക്കെ പറഞ്ഞു. ദ കോളേജ് ബോയ് മർമേർഡ്, I wished I had taken the risk and knocked the water pot from Dasa's hand. We might have known what it contained. അപ്പോൾ കോളേജ് ബോയ് പറയണേ, ഞാൻ ആ റിസ്ക് എടുത്താൽ മതിയായിരുന്നു. എന്ത് റിസ്ക് ആണ് എടുക്കണം എന്നാണ് ഈ കോളേജ് പോയി പറയുന്നത്? ഈ ദാസയുടെ കയ്യിൽ നിന്ന് കയ്യിലൊരു പോട്ട് ഉണ്ടായിരുന്നല്ലോ, ആ പോട്ടിനുള്ളിൽ സ്നേക്ക് ഉണ്ടായിരുന്നല്ലോ, ആ പോട്ടൊന്ന് കൊട്ടി നോക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ കണ്ടന്റ് എന്താണ്, സ്നേക്ക് ഉണ്ടോ, സ്നേക്കിനൊന്ന് നോക്കിയാൽ മതിയായിരുന്നു. അപ്പോൾ നമുക്ക് ഷുവറായനെ 2 സ്നേക്ക് ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഇനി ദാസ വല്ല കള്ളത്തരം പറയുന്നതാണോ എന്നൊക്കെ ആയിരിക്കും ഈ കുട്ടി ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ കുട്ടി എന്താ പറഞ്ഞത്? ഐ വിഷ് ഐ ഹാഡ് ടേക്കൻ ദ റിസ്ക് ആൻഡ് നോക്ക് ദ വാട്ടർ പോട്ട് ഫ്രം ദാസാസ് ഹാൻഡ്. വി മൈറ്റ് നോ വാട്ട് ഇറ്റ് കണ്ടെയ്ൻഡ്. അതിൻ്റെ ഉള്ളിൽ എന്തായിരിക്കുമെന്ന് നമുക്ക് അറിഞ്ഞതിന് ശേഷം ഞാൻ ആ റിസ്ക് എടുത്താൽ മതിയായിരുന്നു എന്ന് ആ കുട്ടി ഇപ്പോൾ പറഞ്ഞു. കുട്ടികളെ, നിങ്ങൾക്ക് എന്താ തോന്നിയിരിക്കുന്നത്? 2 സ്നേക്ക് ഉണ്ടായിരുന്നോ? അറിയില്ല അല്ലേ നമുക്ക്. അപ്പോൾ അത് നമുക്കറിയില്ല 2 സ്നേക്ക് ഉണ്ടായിരുന്നു, ദാസ കള്ളത്തരം പറഞ്ഞായിരുന്നു. ഇതെല്ലാം നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ സ്റ്റോറി 2 പ്രാവശ്യം കൂടി വായിക്കണം അല്ലേ. ഓക്കെ, എല്ലാവരും ഈ സ്റ്റോറി വായിക്കുക. അതിനുശേഷം അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ.